പാപങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ദില്ലത്തിലാണ്, അവൻ നിന്ദനാണ്. അവൻ ആളുകൾക്കിടയിൽ എത്ര പ്രശസ്തനും എത്ര അംഗീകാരമുള്ളവനുമാണെങ്കിലും അവന്റെ മനസ്സിൽ ദില്ലത്തുണ്ടായിരിക്കും. അവൻ നിന്ദനായിട്ടാണ് ജീവിക്കുന്നത്. കാരണം അവന്റെ ഈ ഇസ്സത്ത്, അവൻ അനുഭവിക്കുന്ന പ്രതാപം അതിന് അല്പായുസേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ നിന്ദതയിലേക്ക് പോകാൻ ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് ആരാണോ അള്ളാഹു തആല അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തഖ്വയുടെ ഇസ്സത്തിലേക്ക് ഒരാളെ ഉയർത്തിയത്, അഗ്നാഹു ബിലാ മാൽ, തഖ്വയുള്ള ആൾക്ക് അള്ളാഹു കൊടുക്കുന്ന കാര്യങ്ങളാണ്. പണമില്ലാതെ തന്നെ അള്ളാഹു ഐശ്വര്യം കൊടുക്കും. അവന്റെ കയ്യിൽ പണമില്ലെങ്കിലും അവന് സംതൃപ്തി ഉണ്ടാകും. വഅഅസ്സഹു ബിലാ അശീറ, കുടുംബങ്ങളില്ലാതെ അവൻ അള്ളാഹു ഇസ്സത്ത് കൊടുക്കും. സാധാരണ ഇസ്സത്ത് ഉണ്ടാവുക, പ്രതാപം ഉണ്ടാവുക, വലിയ കുടുംബത്തിലെ ഉള്ള ആൾക്ക് ഒരു ഇസ്സത്ത് ഉണ്ടാകും, അഭിമാനം ഉണ്ടാകും. അങ്ങനെ ഒരു കുടുംബക്കാരും ഇല്ലാതെ തന്നെ അള്ളാഹു അവന് ഇസ്സത്ത് കൊടുക്കും. വഅഅനസഹു ബിലാ അനീസ്, ഒരു സുഹൃത്തുമില്ലാതെ തന്നെ അള്ളാഹു അവന് ആ സുഹൃത്തിനെ കൊണ്ട് കിട്ടുന്ന സമാധാനം അത് അള്ളാഹു കൊടുക്കും. അപ്പോൾ യഥാർത്ഥ ഇസ്സത്ത് തഖ്വയിലാണ് എന്നർത്ഥം. മാസിയത്തുകൾ ഉപേക്ഷിക്കുന്നതിലാണ് ഇസ്സത്തുള്ളത്. മാസിയത്തുകൾ ഉണ്ടെങ്കിൽ അവൻ എത്ര അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രതാപം ഉണ്ടെങ്കിലും അവൻ നിന്ദതയിലാണ്. لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. الحذر من المعاصي والمسارعة إلى الطاعات. സലഫുകളുടെ അസറുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ ഹദറു മിനൽ മആസി, പാപങ്ങളെക്കുറിച്ചുള്ള പേടി, പാപങ്ങളെ സൂക്ഷിക്കൽ. വൽ മുസാറഅത്തു ഇല ത്വാആത്ത്, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ധൃതി കാണിക്കൽ, പുണ്യകർമ്മങ്ങളിൽ മത്സരിക്കൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില അസറുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് സുഹുദിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അനിൽ ഖാസിം ഖാല സുഇല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനിർ റജുലി യജ്തഹിദു ഫിൽ അമൽ. ഒരു മനുഷ്യനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കപ്പെട്ടു. യജ്തഹിദു ഫിൽ അമൽ, അവൻ ധാരാളം അമൽ ചെയ്യുന്നുണ്ട്, ഇബാദത്തുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. വയുസീബു മിനദ് ദുനൂബ്, പാപങ്ങളും ചെയ്യുന്നുണ്ട്. വറജുലുൻ ലാ യജ്തഹിദു വലാ യുദ്നിബ്, മറ്റൊരാൾ ഇബാദത്തുകൾ അത്ര ഇജ്തിഹാദ് കഠിന പരിശ്രമമൊന്നും ചെയ്യുന്നില്ല, വലാ യുദ്നിബ്, പാപവും ചെയ്യുന്നില്ല. ഖാല അസ്സലാമത്തു അഹബ്ബു ഇലയ്യ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലാമത്താണ്, രക്ഷപ്പെടുക, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇതാണ് നല്ലത്. ഒരുപാട് ഇബാദത്തുകളും ചെയ്യുന്നു, ഒരുപാട് പാപങ്ങളും ചെയ്യുന്നു. അതിനേക്കാൾ നല്ലത് നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യുക, പാപങ്ങൾ ഉപേക്ഷിക്കുക, അതാണ് കൂടുതൽ നല്ലത്. അതിൻ്റെ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം പാപങ്ങൾ ഒരാൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവന് സ്വർഗം ഉറപ്പാണ്. കാരണം ഫർളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിസാബ് നടത്തുന്ന സമയത്ത് ഈ ഫർളുകളൊക്കെ അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പാപവുമില്ല, അയാൾക്ക് സ്വർഗം ഉറപ്പായി. അതിന് മറിച്ച് ഒരുപാട് പുണ്യങ്ങൾ ഒരാൾ ചെയ്തു, അതിൻ്റെ കൂടെ ഒരുപാട് പാപങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിസാബ് ഉണ്ടാകും. ആ ഹിസാബിൽ ഏതാണ് മുൻകടക്കുക, പാപങ്ങളായിരിക്കുമോ കൂടുതൽ, പുണ്യങ്ങളായിരിക്കും കൂടുതൽ എന്നറിയില്ല. അതുകൊണ്ട് തിന്മകളിൽ പെട്ടുപോകാതിരിക്കാനാണ് കൂടുതൽ ശ്രമിക്കേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പാപങ്ങളുടെ ഒരു അനന്തരഫലം, തെറ്റ് ചെയ്താൽ, മാസിയത്തുകൾ ചെയ്താൽ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അതിന് ചില അവാഖിബ്, അനന്തരഫലങ്ങളുണ്ട്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റും ഒരു ദോഷവും ചെയ്യാതെ നമ്മൾ വിട്ടുപോകും എന്ന് നമ്മൾ വിചാരിക്കരുത്. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മെ ദോഷകരമായി ബാധിക്കും, ദുനിയാവിലും ആഖിറത്തിലും. ദുനിയാവിൽ തന്നെ പലതരത്തിലുള്ള ദോഷങ്ങൾ അതുകൊണ്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ആളുകളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടും, വഷളാകാതെ രക്ഷപ്പെടും. അല്ലെങ്കിൽ നമ്മൾ തിന്മ ചെയ്യുന്നത് ചിലപ്പോൾ സമൂഹം തിന്മയായി കാണാത്തൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ദുൽമ ചെയ്തത് ഒരു ദുർബലനോടായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ദുനിയാവിൽ രക്ഷപ്പെട്ടു പോകാം, അല്ലെങ്കിൽ മനുഷ്യരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം. പക്ഷെ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല പലതരത്തിലുള്ള ശിക്ഷ പാപങ്ങൾക്ക് കൊടുക്കും. അതിനെക്കുറിച്ച് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ ആഖിറത്തിൽ എന്തായാലും നമുക്കറിയാം. അതുകൊണ്ട് പ്രയാസമുണ്ടാകും, ഹിസാബുണ്ടാകും. അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹു തആല പുറത്തു തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയാം എന്താണ് ആഖിറത്തിലെ ശിക്ഷയെന്ന്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഇന്ന റജുല ലയുഹ്റമു ഖിയാമൽ ലൈൽ വസിയാമൻ നഹാർ. അള്ളാഹു ഒരു പാപത്തിന് കൊടുക്കുന്ന, ദുനിയാവിൽ തന്നെ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞല്ലോ, അതിലൊരു ശിക്ഷ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യന് ഖിയാമുൽ ലൈൽ തടയപ്പെടും, വസിയാമൻ നഹാർ, നോമ്പ്, സുന്നത്തായ നോമ്പുകളൊക്കെ തടയപ്പെടും, ബിൽ കദിബത്തി യക്ദിബുഹ, ഒരു കളവ് പറഞ്ഞതിന്റെ പേരിൽ. അപ്പോൾ നമ്മൾ ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് എനിക്ക് ശിക്ഷയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും.
പക്ഷെ ശിക്ഷ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള എൽമ പോലും നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ചില തെറ്റുകളൊക്കെ ചെയ്താൽ നമുക്കന്ന് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ അന്ന് മാത്രമല്ല, ഒരുപാട് കാലത്തേക്ക് ഖിയാമുൽ ലൈൽ തടയപ്പെടും. അത് വലിയ അദാബാണ്. കാരണം നാളെ ആഖിറത്തിൽ ഹിസാബ് നടത്തുമ്പോൾ നമ്മെ രക്ഷപ്പെടുത്താനുള്ളതാണ് ഈ പുണ്യങ്ങൾ എന്ന് പറയുന്നത്. മാസിയത്തുകളും തിന്മകളും നന്മകളും അല്ലാഹു തആല തുലാസിൽ തൂക്കി നോക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. അത് തടയുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു ശിക്ഷയാണ്. അതുപോലെ പകൽ നോമ്പ് നോൽക്കാനുള്ള തൗഫീഖ് നഷ്ടപ്പെടും ഒരു കളവ് പറഞ്ഞതിന്റെ പേരിൽ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ കബീറത മാൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ചെയ്തു കഴിഞ്ഞാൽ, തൗബ ചെയ്തു കഴിഞ്ഞാൽ ഒരു വൻപാപവും ബാക്കിയാവുകയില്ല, നിലനിൽക്കുകയില്ല. എത്ര വലിയ തെറ്റൊരാൾ ചെയ്തു, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങി. തൗബക്ക് ഷർത്തുകളുണ്ട്, നമുക്കറിയാം, നിബന്ധനകളുണ്ട്. ആ ചെയ്ത തെറ്റിൽ നമുക്ക് അങ്ങേയറ്റം വിഷമം ഉണ്ടാകണം, ആ തെറ്റ് പൂർണ്ണമായും അവസാനിപ്പിക്കണം. അല്ലെ, നമ്മൾ പലപ്പോഴും തൗബ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പകുതി ആ തെറ്റിൽ തന്നെ കുടുങ്ങിയിട്ടുണ്ടാകും. പിന്നെ ഒരു അവസരം കിട്ടിയാൽ ചെയ്യാം എന്നുള്ള ഒരു നെയ്യത്ത് ചെറിയൊരളവിൽ മനസ്സിലുണ്ടാകും. അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് ആ തെറ്റിൽ നിന്ന് ഖേദിച്ച് മടങ്ങണം. ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കാൻ തേടിയാൽ അള്ളാഹു പൊറുക്കും, ആ വൻപാപം അത് മാഞ്ഞു പോകും. വലാ സഗീറത മഅൽ ഇസ്റാർ. അതുപോലെ തന്നെ ഒരാൾ ഒരു ചെറുപാപത്തിൽ തുടർച്ചയായി ഉറച്ചു നിന്നാൽ, ഒരു ചെറുപാപമാണ് ചെയ്യുന്നത്, വൻപാപമൊന്നുമല്ല, പക്ഷെ അത് സ്ഥിരമായി ചെയ്താൽ അതിന് ആ ചെറിയ പാപം സഗീറത്ത് എന്നുള്ള പേര് നഷ്ടപ്പെടും, വൻപാപമായി മാറും. ഒരേ പാപം തന്നെ സ്ഥിരമായിട്ട് ചെയ്താൽ അത് വൻപാപമായി മാറും. അതിൽപ്പെട്ടതാണ് ഈ ഹറാമുകളിലേക്കുള്ള നോട്ടം. അത് അസ്ലിൽ ചെറുപാപമായ കാര്യമാണ്. അന്യ സ്ത്രീകളെ കാണുക എന്നുള്ളത് അത് ഹറാമാണ്, ചെറുപാപമാണ്. പക്ഷേ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ, ഇപ്പോൾ നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടാകും, ചില ആൾക്കാരത് വാർത്തയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്ലിപ്പാണ് എന്നുള്ള പേരിലൊക്കെ കാണും. അങ്ങനെ കണ്ടാൽ എന്താണ് നമുക്കറിയാം, ആണുങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. കണ്ണ് താത്താനാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് വാർത്ത ഒഴിവാക്കിയിട്ടുണ്ടോ, തമാശ ഒഴിവാക്കിയിട്ടുണ്ടോ? ഒന്നും ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ അത് കബീറത്തായി മാറും, വൻപാപമായി മാറും. عن أبي أيوب الأنصاري رضي الله عنه قال إن الرجل لا يعمل الحسنة فيتكل عليها. പുണ്യങ്ങളും പാപങ്ങളുമായി ബന്ധപ്പെട്ട് മുൻഗാമികൾ പറഞ്ഞ വാക്കുകളാണ്. അബു അയ്യൂബ് അൽ അൻസാരി എന്ന സഹാബി പറയുകയാണ്, ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു പുണ്യം ചെയ്യും, ഫയത്തക്കിലു അലേഹ, എന്നിട്ട് അതിനെ അവലംബമാക്കും. എന്ന് പറഞ്ഞാൽ മനസ്സിൽ അതിനെ വലിയ കാര്യമായി ചിന്തിക്കും. ഞാൻ ഇന്നതൊക്കെ ചെയ്ത ആളാണ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. വയഅമലു ബിൽ മുഹഖറാത്ത്, അതിന്റെ കൂടെ ഇവൻ നിസ്സാരമായി ആളുകൾ കാണുന്ന പാപങ്ങളും ചെയ്യും. ആളുകൾ സാധാരണ നിസ്സാരമായിട്ട് കാണുന്നത്, അതിനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഉദാഹരണമാണ്. ഹറാമായ നോട്ടം, ഇന്നത്തെ കാലത്ത് അതാണ് ഒരുപക്ഷെ ഏറ്റവും നിസ്സാരമായി കാണുന്ന പാപം. അതൊരു പാപമായിട്ട് ആളുകൾ കാണുന്നില്ല. ചിലപ്പോൾ നല്ല താടി വെച്ച ദീനിയായിട്ടുള്ള ആൾക്കാരെ വട്ടം കൂടിയിട്ട് പരസ്പരം പള്ളിയിലൊക്കെ ഇരുന്നിട്ട് അവരിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോകളും ഫോട്ടോസ്, സ്ത്രീകളുടെ, അന്യ സ്ത്രീകളുടെ. അത് ഒരു തെറ്റല്ലെന്നായിട്ടുണ്ട്. ഇതുപോലെ പല തെറ്റുകളും, ഹറാമായ സമ്പാദ്യങ്ങൾ, ഇങ്ങനെ ആളുകൾ നിസ്സാരമായി കാണുന്ന തെറ്റുകൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ അദ്ദേഹം വിശദീകരിക്കുന്ന പോലെ തോന്നും. ചില കാര്യങ്ങൾ, എന്തെങ്കിലും പുണ്യം നമ്മൾ ചെയ്താൽ അത് നമ്മുടെ മനസ്സിൽ വലുതായിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്, ഇന്നതൊക്കെ ചെയ്ത ആളാണ്. അതിന്റെ കൂടെ മുഹക്കറാത്ത്, ആളുകൾ നിസ്സാരമായി കാണുന്ന തെറ്റുകൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു. ഹത്താ യഅതി അല്ലാഹ വഖദ് അഖ്തറത്ഹു, അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിലെത്തും അവന് ഈ പാപങ്ങൾ അപകടത്തിൽപ്പെടുത്തിയ അവസ്ഥയിലായിക്കൊണ്ട്. അഥവാ പുണ്യങ്ങളെക്കാൾ ഇത് വലുതാവുകയും എണ്ണം കൂടുകയും അങ്ങനെ നരകാവകാശിയായിട്ടുള്ള അവസ്ഥയിൽ അള്ളാഹിന്റെ മുമ്പിൽ എത്തിപ്പെടും. വഇന്ന റജുല ലയഅമലു സയ്യിഅ, വേറൊരു മനുഷ്യൻ അവൻ പാപം ചെയ്യും. ഫയഫ്റഖു മിൻഹ, ആ പാപത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കും. ഒരു തെറ്റ് ചെയ്തു, അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കും. നല്ല മനസ്സുള്ള ആളുകളെ അങ്ങനെ ചെയ്യുള്ളൂ. ഒരു തെറ്റ് ചെയ്താൽ അവർക്ക് ആ തെറ്റ് എന്നും ഓർമ്മയുണ്ടാകും. ഞാൻ ഇന്ന പ്രായത്തിൽ ഇന്ന കാലത്ത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതെപ്പോഴും ഓർത്ത് പേടിച്ചുകൊണ്ടിരിക്കും. ഹത്താ യഅതി അല്ലാഹ ആമിനൻ, അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പോൾ അവൻ നിർഭയനായിരിക്കും. ആ പേടി കാരണത്താൽ, പേടി എന്ന് പറയുന്നത് തൗബയാണ്. തൗബ എന്നത് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തുള്ള ദുഃഖമാണ്. ചില ആളുകളെ നമുക്ക് കാണാം, അവർ വളരെ മോശമായ അവസ്ഥയിൽ ജീവിക്കും. പിന്നെ മാറിക്കഴിഞ്ഞാൽ, അവരുടെ അവസ്ഥ നന്നായി കഴിഞ്ഞാൽ, ഇസ്തിഖാമത്തിലായി കഴിഞ്ഞാൽ അവരെന്നും പേടിച്ചൊരവസ്ഥയിലായിരിക്കും അവരുടെ ജീവിതം. അങ്ങനെയുള്ള ആളുകൾ അവർ അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പോൾ ഹത്താ യഅതി അല്ലാഹ ആമിനൻ, നിർഭയരായിട്ട് അള്ളാഹുവിന്റെ മുമ്പിലെത്തും. عن أبي عبد الرحمن بن أبي ليلى رحمه الله أن أبا الدرداء رضي الله عنه كتب إلى عامل مصر. അബു ദർദ റളിയല്ലാഹു അൻഹു മിസ്റിന്റെ ഗവർണറായിരുന്ന ഒരു വ്യക്തിക്ക് ഒരു കത്തയച്ചു. യുഖാലു ലഹു മുസ്ലിമത്തുബ്നു
യുഖാലു ലഹു മസ്ലമതു ഇബ്നു മഖ്ലദ്. മസ്ലമതു ഇബ്നു മഖ്ലദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്നൽ അബ്ദ, അദ്ദേഹം കത്തെഴുതുകയാണ്. വാലിസ് നോക്കൂ, സാധാരണക്കാരനായ ഒരു പ്രജയായിട്ടുള്ള ഒരാൾ ഭരണാധികാരിക്ക് കത്തെഴുതുകയാണ്, നസീഹത്ത്. ഇന്നൽ അബ്ദ ഇദാ അമില ബിതാഅത്തില്ലാഹി, ഒരു മനുഷ്യൻ പുണ്യം ചെയ്താൽ, അള്ളാഹുവിന് ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്താൽ, അഹബ്ബഹുല്ലാഹ്, അള്ളാഹു അവനെ ഇഷ്ടപ്പെടും. വഹബ്ബബഹു ഇലാ ഖൽഖിഹി, സൃഷ്ടികൾക്ക് ഇവനോട് അള്ളാഹു സ്നേഹമുണ്ടാക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകൾ നമ്മെ സ്നേഹിക്കുക എന്നുള്ളത് അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഖൈറുണ്ടാകും. ഏറ്റവും വലിയ ഖൈർ എന്താണ്? അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാലാണ് പിന്നെ ഗീബത്തും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരിക. നമ്മുടെ ദീനിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും വരും. അപ്പോൾ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ പരമാവധി കുറക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്. എത്രത്തോളം പ്രശ്നങ്ങൾ കുറയുന്നു അതിനനുസരിച്ച് നമ്മുടെ ദീന് സുരക്ഷിതമായിരിക്കും. അങ്ങനെ അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുക എന്നുള്ളത് തെറ്റല്ല. ഒരു സഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ദുല്ലനി അല അമലിൻ ഇദാ അമിൽതുഹു, എനിക്കൊരു അമൽ പറഞ്ഞു തരണം, അത് ഞാൻ ചെയ്താൽ അഹബ്ബനില്ലാഹു അഹബ്ബനിന്നാസ്, ജനങ്ങൾ എന്നെ സ്നേഹിക്കണം, അള്ളാഹും എന്നെ സ്നേഹിക്കണം, അങ്ങനെയുള്ളൊരു അമൽ പറഞ്ഞു തരണം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടില്ല. ഞാൻ ആൾക്കാരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ആൾക്കാരുടെ പ്രശസ്തി ആഗ്രഹിക്കുന്ന, പുകഴ്ത്തൽ, അവർക്കിടയിൽ പ്രശസ്തി നേടണം എന്നുള്ള ആഗ്രഹം അത് ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. ഷുഹറത്ത്, ആൾക്കാർക്കിടയിൽ ഞാൻ നല്ലവനാണ് എന്ന് അറിയപ്പെടണം, അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. പക്ഷെ ആളുകൾ എന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അത് സ്വഹാബി ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനും അമലു സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, അള്ളാഹു അവരോട് ജനങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ടാക്കും. ആ സ്നേഹമുണ്ടായാൽ അത് നമുക്ക് ഉപകാരമാണ്, നല്ലതാണ്. സ്നേഹമുണ്ടായാൽ നമ്മൾ അവരെ തിരിച്ച് സ്നേഹിക്കും. അങ്ങനെ ശത്രുത ഇല്ലാതാവും. ശത്രുത ഉണ്ടായിക്കഴിഞ്ഞാൽ പല തെറ്റുകളും നമ്മൾ ചെയ്യും, അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ നമ്മെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുള്ള ആളുകളാണ് ഭരണാധികാരികൾ. അല്ല, അവരോട് ആളുകൾക്ക് സ്നേഹമുണ്ടായാൽ ജനങ്ങൾ കുഴപ്പങ്ങളുണ്ടാക്കില്ല, അവരുടെ ഭരണം എളുപ്പമായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഇരിക്കുന്ന നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ ആവശ്യമായൊരു കാര്യമാണിത്. അവരുടെ അനുയായികളുടെ, അവരുടെ കീഴിലുള്ള ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളത് നല്ലതാണ്. അതുകൊണ്ട് അവരുടെ കാര്യം എളുപ്പമാകും. ഇപ്പോൾ അധ്യാപകൻ, വിദ്യാർത്ഥികളൊക്കെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ നിയന്ത്രിക്കുന്നത് എളുപ്പമായിരിക്കും. അതാണ് ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കുന്നതിനേക്കാൾ എളുപ്പം. അതുപോലെ തന്നെ മക്കൾ, അവർ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് തെർബിയത്ത് കൊടുക്കുന്നത് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ സ്വഹാബി അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഭരണാധികാരിയോട് ഇങ്ങനെ പറയുന്നത്. അതിനുള്ള മാർഗം എന്താണ്? ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള മാർഗം എന്താണ്? അത് അവരുടെ മുന്നിൽ എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കലൊന്നുമല്ല. അടിസ്ഥാനപരമായ മാർഗം അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനിഷ്ടമുള്ള അമലുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. അതാണ്. അത് ചെയ്താൽ അള്ളാഹ് എന്ത് ചെയ്യും? കൽബ് അള്ളാന്റെ കയ്യിലാണ്. ഈ ആളുകളുടെ കൽബൊക്കെ അള്ളാഹ് മാറ്റി കൊടുക്കും. അവരുടെ മനസ്സിൽ ഈ വ്യക്തിയോട് സ്നേഹം അള്ളാഹു ഉണ്ടാക്കും. വൈദ അമില ബിമഅസിയത്തില്ല, ഒരു അടിമ മാസിയത്തുകളാണ് ചെയ്യുന്നതെങ്കിൽ, പാപങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, അബ്ഗളഹുല്ലാഹ്, അള്ളാഹു അവനെ വെറുക്കും. വബഗളഹു ഇലാ ഖൽഖിഹി, അവന്റെ സൃഷ്ടികൾക്ക് ഇവനോട് അള്ളാഹു വെറുപ്പുണ്ടാക്കും. അപ്പോൾ എത്ര നമ്മൾ അഭിനയിച്ചാലും, എത്ര വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിശീലനങ്ങളിലൊക്കെ പങ്കെടുത്ത് നമ്മൾ അവർ പറയുന്നതൊക്കെ ചെയ്ത് കാണിച്ചാലും, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ബഗളഹുല്ലാഹു ഇലാ ഖൽഖിഹി, അള്ളാഹു അവന്റെ സൃഷ്ടികളുടെ മനസ്സിൽ ഈ വ്യക്തിയോട് വെറുപ്പുണ്ടാക്കും. അതാണ് മാസിയത്തുകളുടെ മറ്റൊരു അനന്തരഫലം. നല്ല മനുഷ്യന്മാരുടെ മനസ്സിൽ വെറുപ്പുണ്ടാകും. സ്വാലിഹ്യങ്ങളായ ആളുകളുടെ മനസ്സിൽ സ്വാലിഹായ മനുഷ്യനോട് സ്നേഹവും ഉണ്ടാകും. ഇജ്തഹദ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഖബ്ല മൗതിഹി ഇജ്തിഹാദൻ ശദീദൻ. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം വഫാത്താകുന്നതിന് മുമ്പ് ഇബാദത്തിന്റെ കാര്യത്തിൽ മത്സരിക്കാൻ തുടങ്ങി. നല്ല ആവേശത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. ഫഖീല ലഹു, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, ലോ അംസക്ത ഔ റഫഖ്ത ബിനഫ്സിക ബഅദ റിഫ്ഖ്, താങ്കൾ കുറച്ച് സൗമ്യത കാണിച്ചിരുന്നെങ്കിൽ, താങ്കളുടെ സ്വന്തം ശരീരത്തോട് കുറച്ച് ദയ കാണിച്ചിരുന്നെങ്കിൽ. കാരണം ഇങ്ങനെ എത്രമാത്രം ഇബാദത്ത് ചെയ്യുമ്പോൾ വയസ്സായിട്ടുണ്ട്, മരണം അടുത്തിട്ടുണ്ട്, അപ്പോൾ താങ്കൾ ക്ഷീണിക്കും, കുറച്ച് ഇബാദത്തുകൾ കുറച്ചിരുന്നെങ്കിൽ എന്ന് ആളുകൾ ചോദിച്ചു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഖൈല ഇദാ ഉർസിലത്ത്, കുതിരയെ ഒരു വഴിക്ക് പറഞ്ഞയച്ചാൽ, പന്തയത്തിനോ മറ്റോ ഒക്കെ അതിന് പറഞ്ഞയച്ചാൽ, ഫഖാറബത് റഅസ മജ്റാഹ, അതിന്റെ ലക്ഷ്യത്തിന് അടുത്തെത്തിയാൽ, കുതിര ഓടിയിട്ടുള്ള മത്സരമായിരുന്നാലും അല്ലെങ്കിൽ യുദ്ധത്തിലായിരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും പണ്ട് കാലത്ത് പല ആവശ്യങ്ങളും കുതിരയെ പറഞ്ഞേക്കും. അപ്പോൾ ഈ കുതിര അതിന്റെ ലക്ഷ്യത്തിലെത്താറായാൽ അഖ്റജത് ജമീഅ മാ ഇൻദഹ, അതിന്റെ ശക്തി മുഴുവൻ പുറത്തെടുക്കും. അതിന്റെ ലക്ഷ്യത്തിലെത്തുമ്പോഴേക്കും അത് ഏറ്റവും വേഗത്തിൽ ഓടുക. വല്ലദീ ബഖിയ മിൻ അജലി അഖല്ലു മിൻ ദാലിക്, എന്റെ ആയുസ്സിൽ ഇനി ബാക്കിയുള്ളത്, വയസ്സായിട്ടുണ്ട്, ഇനി ഈ കുതിര അതിന്റെ ലക്ഷ്യത്തിലെത്താനുള്ള അത്ര പോലും ബാക്കിയില്ല,
അതിനേക്കാൾ മരണത്തോട് ഞാൻ അടുത്തു കഴിഞ്ഞു. ഖാല, അങ്ങനെ ഈ കഥ പറയുന്ന റിപ്പോർട്ടർ പറയുകയാണ്, ഫലം യസൽ അലാ ദാലിക ഹത്താ മാത, അദ്ദേഹം മരിക്കുന്നത് വരെ അങ്ങനെയായിരുന്നു. മരിക്കാറാകും തോറും, ആയുസ് അടുക്കും തോറും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നല്ല ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ ആള് ആയുസ് നീളുകയും അതിനനുസരിച്ച് അമലുകൾ നന്നാവുകയും ചെയ്യുന്നവനാണ്. ചിലർ നേരെ തിരിച്ചായിരിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അത് ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ദോഷമുള്ളത് കൊണ്ടായിരിക്കും, ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ചെറുപ്പത്തിലൊക്കെ വളരെ ദീനിയായിട്ട് ജീവിക്കും, പിന്നെ പ്രായം ഏറും തോറും അവരുടെ സ്വഭാവം മോശമായിക്കൊണ്ടിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും ഷർറായിട്ടുള്ളവൻ മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു, ആയുസ് ദീർഘിക്കുകയും അമൽ മോശമാവുകയും ചെയ്തവനാണ്. അപ്പോൾ ആയുസ് കൂടുന്നതിനനുസരിച്ച്, പിന്നെ ആയുസിനോട് അടുക്കുന്നതിനനുസരിച്ച്, പ്രായം കൂടുന്നതിനനുസരിച്ച് ഇബാദത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. عن إبراهيم بن الأشعث رحمه الله قال سمعت الفضيل بن عياض يقول, ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, മാ യുഅ്മിനുക, എന്ത് നിർഭയത്വമാണ് നിനക്കുള്ളത്, എന്ത് ധൈര്യമാണ് നിനക്കുള്ളത്, അൻ തകൂന ബാറസ്തല്ലാഹ ബിഅമലിൻ, അല്ലേ, നീ നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് പല അമലുകളും കാണാൻ പറ്റും. അള്ളാഹുവിനോട് നീ ഏറ്റുമുട്ടിയിട്ടുള്ള അമലുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, അത് നീ പലതും ചെയ്തിട്ടുണ്ട്. മഖതക അലൈഹി, അതിന്റെ പേരിൽ അള്ളാഹു നിന്നെ വെറുത്തിരിക്കാം. അങ്ങനെ വെറുക്കാൻ സാധ്യതയുള്ള പലതും നീ ചെയ്തിട്ടില്ലേ? പിന്നെ എന്ത് ധൈര്യത്തിലാണ് ജീവിക്കുന്നത്? ഫഅഗ്ലഖ ദൂനക അബ്വാബൽ മഗ്ഫിറ, ആ ഒരു പാപത്തിന്റെ പേരിൽ അള്ളാഹു മഗ്ഫിറത്തിന്റെ വാതിൽ അടച്ചു കളഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. നിന്റെ കാര്യത്തിൽ അള്ളാഹു മഗ്ഫിറത്ത് നിഷേധിച്ചേക്കാൻ സാധ്യതയുണ്ട്. വഅൻത തദ്ഹക്, നീ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ, ഇങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ടായിരിക്കെ നിന്റെ ഏതെങ്കിലും ഒരു പാപം കണ്ടിട്ട് അള്ളാഹു തആല നിനക്ക് മഗ്ഫിറത്ത് തടയാൻ സാധ്യത ഉണ്ടായിരിക്കെ നീ ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്താണ്? കൈഫ തറാ തകൂനു ഹാലക്, നിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, തൗബയുടെ വാതില് മരണം വരെ അള്ളാഹു തആല തുറന്നിട്ടുണ്ട്. പക്ഷെ ചില പാപങ്ങൾ, ചില മാസിയത്തുകൾ അത് വളരെ ഗൗരവമുള്ളതായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരു അദാബായിട്ട് മനുഷ്യനെ ഗഫലത്തിലാക്കി കളയും. മഗ്ഫിറത്ത് അള്ളാഹു തടയെന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് തേടിയിട്ട് അള്ളാഹു തരാതിരിക്കും എന്നല്ല. ഒരാൾ ആത്മാർത്ഥമായി ഖേദിച്ചാൽ അള്ളാഹു സ്വീകരിക്കും. പക്ഷെ ചില പാപങ്ങൾ അതിൻ്റെ ഗൗരവം കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യും? നസുല്ലാഹ ഫനസിയഹും, അതുപോലെ തന്നെ വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹുവിനെ മറന്നു, അള്ളാഹു അവരെ കൊണ്ട് അവരുടെ കാര്യങ്ങൾ മറപ്പിച്ചു എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനൊക്കെ മറന്നു പോകുന്ന അവസ്ഥയുണ്ടാകും പാപങ്ങൾ കാരണം. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് നിന്റെ ജീവിതത്തിൽ. അതിന് തക്കതായ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നീ എങ്ങനെയാണ് ചിരിച്ചു കളിച്ച് നടക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അൻ അംർ ബിൻ മൈമൂൻ റഹിമഹുല്ലാഹ് ഖാല മാ കാന അബി യുക്സിറു സിയാമ വസ്സലാ. മൈമൂൻ ഇബ്നു മെഹ്റാൻ എന്ന പേരുള്ള ഒരു താബിഈയുണ്ട്, അദ്ദേഹമായിരിക്കാം. അംർ ബിൻ മൈമൂൻ എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, എൻ്റെ ഉപ്പ മാ കാന അബി ബികസീരി സിയാമി വസ്സലാ, എൻ്റെ ഉപ്പ ധാരാളം നമസ്കാരവും നോമ്പും ഒന്നും നിർവഹിക്കാറില്ലായിരുന്നു. വലാകിന്നഹു കാന യക്റഹു അൻ യഅസിയല്ലാഹ, പക്ഷേ മാസിയത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ഒരു മാസിയത്തുമില്ല, അത് തന്നെ ഒരു വിജയമാണ്. ഒരാൾ ഒരു മാസിയത്തും ചെയ്യുകയെല്ലാം തീരുമാനിച്ചാൽ തന്നെ അയാൾ രക്ഷപ്പെട്ടു. അൻ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് ഖാല മിൻ ഇളാഅത്തിൽ മാൽ, പണം പാഴാക്കുക, സമ്പത്ത് വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ഇസ്ലാം നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള, വിലക്കിയിട്ടുള്ള കാര്യമാണ് പണം പാഴാക്കുക എന്നുള്ളത്. സ്വർഗാവകാശികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു, ദൂർത്ത് കാണിക്കുകയില്ല, പിശുക്കുകയുമില്ല. അതുപോലെ തന്നെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക്, കുട്ടികൾക്ക് ഒക്കെ പണം കൊടുക്കരുതെന്ന് പറഞ്ഞു. വലാ തുഅ്തു സുഫഹാ അംവാലക്കും, നിങ്ങളുടെ പണം, സമ്പത്ത് അത് ബുദ്ധിപൂർവ്വം ചെലവഴിക്കാൻ കഴിവില്ലാത്ത, ആ പ്രായമെത്താത്ത ആളുകൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. കാരണം അത് പാഴാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്. അവരത് പാഴാക്കുമെന്ന് ഉറപ്പില്ല, എന്നിട്ട് പോലും അത് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ പണം വെറുതെ കളയുക എന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അങ്ങനെ പണം വെറുതെ കളയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽപ്പെട്ടതാണ് അൻ യർസുഖക അല്ലാഹു ഹലാലൻ, അള്ളാഹു നിനക്ക് ഹലാലായ പണം തരുന്നു. ഫതുൻഫിഖഹു ഫി മാസിയത്തില്ലാ, അത് നീ മാസിയത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ഇപ്പോൾ പണം വെറുതെ കളയുക എന്ന് പറഞ്ഞാൽ അത് ഒരു നോട്ടുകെട്ട് എടുത്തിട്ട് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ വിലയില്ലാത്തൊരു വസ്തു വലിയ വില കൊടുത്ത് വാങ്ങുക, ഇതൊക്കെയാണ് പണം പാഴാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവുക. അത് മാത്രമല്ല, അതിനേക്കാളൊക്കെ വലിയ പാഴാക്കലാണ്
വളരെ ബുദ്ധിപൂർവമാണെങ്കിൽ പോലും ഒരാൾ ഹറാമുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു TV വാങ്ങി, ആ TV വിലപേശി അതിൻ്റെ യാതൊരു നഷ്ടവുമില്ലാത്ത രൂപത്തിലാണ് വാങ്ങിയത്. അതും ആ പണം മുഴുവനും പാഴാക്കിയിരിക്കുകയാണ്. ഒരു ടിവിയുടെ വില അത് അയാളുടെ വില പേശിയിട്ട് പരമാവധി കുറച്ചിട്ടാണ് വാങ്ങിയത്. എന്നാലും അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ പണം മുഴുവൻ കളഞ്ഞിരിക്കുകയാണ്. കാരണം അധികവും അതിൻ്റെ ഉപയോഗം ഹറാമിലായിരിക്കും. ഒരാൾ ഹലാലായ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ. അത് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഹറാമായ ഒരു കാര്യം, ഒരു മാസ്യത്തിന് വേണ്ടി ഒരാൾ പണം ചെലവഴിക്കുന്നത് തന്നെ ആ പണം പാഴാക്കലാണ്. അൻ ഉമർ ഇബ്നു ദർ റഹിമഹുല്ലാഹ് ഖാല അജില്ലു മഖാം അല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ സ്ഥാനത്തെ നിങ്ങൾ ബഹുമാനിക്കുക, അള്ളാഹുവിനെ നിങ്ങൾ ആദരിക്കുക. എങ്ങനെയാണ് അള്ളാഹുവിനെ ആദരിക്കൽ? ബിത്തനസ്സുഹി അമ്മാ ലാ യഹിൽ, ഹലാലല്ലാത്തതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട്. ഇപ്പോൾ ഒരാൾ ഹലാലും ഹറാമും നോക്കാതെ ജീവിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ വിലവെച്ചിട്ടില്ല, അള്ളാഹുവിനെ ബഹുമാനിച്ചിട്ടില്ല. ഫഇന്ന അല്ലാഹ ലാ യുഅ്മനു മക്റുഹു ഇദാ ഉസിയ, അള്ളാഹുവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ, മാസിയത്ത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തന്ത്രം പേടിക്കേണ്ടതുണ്ട്. അത് ഒരാൾക്കും നിർഭയനായിരിക്കാൻ സാധിക്കുകയില്ല. ഒരാൾ മാസിയത്ത് ചെയ്താൽ അള്ളാഹു എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ ആശ്രയിച്ച് അള്ളാഹു റഹീമാണ് റഹ്മാനാണ് എന്ന് വിശ്വസിച്ച് തോന്നിയത് ചെയ്താൽ ഒരു പക്ഷേ അള്ളാഹു താല ചിലപ്പോൾ അവന്റെ മക്റായിരിക്കും, അവന്റെ തന്ത്രമായിരിക്കും അവൻ പ്രയോഗിക്കുക. ഒരാൾക്ക് നീട്ടിക്കൊടുക്കും. മാസിയത്ത് ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹു ചിലപ്പോൾ അവന്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുത്ത് അവനെ അള്ളാഹു താല ചിലപ്പോൾ ശിക്ഷിച്ചു കളയും. അതുകൊണ്ട് തന്നെ മാസിയത്ത് നിങ്ങൾ സൂക്ഷിക്കുക. അൻ ജഅഫർ ഇബ്നു മുഹമ്മദ് ഇബ്നു അലി റഹിമഹുല്ലാഹ് ഖാല മൻ അഖ്റജഹു അല്ലാഹു മിൻ ദുല്ലിൽ മഅസിയത്തി ഇലാ ഇസ്സി തഖ്വ, ആരെയാണോ അള്ളാഹു പാപങ്ങളുടെ നിന്ദ്യതയിൽ നിന്ന് തഖ്വയുടെ ഇസ്സത്തിലേക്ക് രക്ഷപ്പെടുത്തുന്നത്. ഇപ്പോൾ മഅസിയത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഇല്ലത്താണ്, നിന്ദ്യതയാണ്. പാപങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ദില്ലത്തിലാണ്, അവൻ നിന്ദ്യനാണ്. അവൻ ആളുകൾക്കിടയിൽ എത്ര പ്രശസ്തനും എത്ര അംഗീകാരമുള്ളവനുമാണെങ്കിലും അവന്റെ മനസ്സിൽ ദില്ലത്തുണ്ടായിരിക്കും. അവൻ നിന്ദ്യനായിട്ടാണ് ജീവിക്കുന്നത്. കാരണം അവന്റെ ഈ ഇസ്സത്ത്, അവൻ അനുഭവിക്കുന്ന പ്രതാപം അതിന് അല്പായുസേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ നിന്ദ്യതയിലേക്ക് പോകാൻ ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് ആരാണോ അള്ളാഹു താല അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തഖ്വയുടെ ഇസ്സത്തിലേക്ക് ഒരാളെ ഉയർത്തിയത്, അഗ്നാഹു ബിലാ മാൽ, തഖ്വയുള്ള ആൾക്ക് അള്ളാഹു കൊടുക്കുന്ന കാര്യങ്ങളാണ്. പണമില്ലാതെ തന്നെ അള്ളാഹുവിന് ഐശ്വര്യം കൊടുക്കും. അവന്റെ കയ്യിൽ പണമില്ലെങ്കിലും അവന് സംതൃപ്തി ഉണ്ടാകും. വ അഅസ്സഹു ബിലാ അശീറ, കുടുംബങ്ങളില്ലാതെ അവൻ അള്ളാഹു ഇസ്സത്ത് കൊടുക്കും. സാധാരണ ഇസ്സത്ത് ഉണ്ടാവുക, പ്രതാപം ഉണ്ടാവുക, വലിയ കുടുംബത്തിൽ ഉള്ള ആൾക്ക് ഒരു ഇസ്സത്ത് ഉണ്ടാകും, അഭിമാനം ഉണ്ടാകും. അങ്ങനെ ഒരു കുടുംബക്കാരുമില്ലാതെ തന്നെ അള്ളാഹു അവന് ഇസ്സത്ത് കൊടുക്കും. വ ആനസഹു ബിലാ അനീസ്, ഒരു സുഹൃത്തുമില്ലാതെ തന്നെ അള്ളാഹു അവന് ആ സുഹൃത്തിനെ കൊണ്ട് കിട്ടുന്ന സമാധാനം അത് അള്ളാഹു കൊടുക്കും. അപ്പോൾ യഥാർത്ഥ ഇസ്സത്ത് തഖ്വയിലാണ് എന്നർത്ഥം. മാസിയത്തുകൾ ഉപേക്ഷിക്കുന്നതിലാണ് ഇസ്സത്തുള്ളത്. മാസിയത്തുകൾ ഉണ്ടെങ്കിൽ അവൻ എത്ര അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രതാപമുണ്ടെങ്കിലും അവൻ നിന്ദ്യതയിലാണ്. അൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഖാല, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ലൈസത്തി തഖ്വ ഖിയാമൽ ലൈലി വസിയാമൻ നഹാർ, തഖ്വ എന്ന് പറയുന്നത് രാത്രി നമസ്കാരവും സുന്നത്ത് നോമ്പും ഒന്നുമല്ല. യഥാർത്ഥത്തിൽ തഖ്വ എന്താണ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. വത്തഖ്ലീത ഫീമാ ബൈന ദാലിക്, അതിനിടയിൽ തഖ്ലീത്ത്, ഇങ്ങനെ നടക്കുന്നതല്ല തഖ്വ. എന്താണ് തഖ്ലീത്ത് എന്ന് പറഞ്ഞാൽ? ഹറാമും ഹലാലും കൂട്ടിക്കലർത്തുക. തഖ്ലീത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടിക്കലർത്തുക എന്നാണ്. നമ്മൾ ഇഖ്തിലാത്ത് എന്ന് പറയില്ലേ, കൂടിക്കലരുക. അപ്പോൾ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നു, പകൽ നോമ്പ് നോൽക്കുന്നു, അതിനിടയിൽ ഹറാമും ഹലാലും കൂട്ടിക്കലർത്തിയിട്ടാണ് അവന്റെ സമ്പാദ്യം, അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തികൾ മാസിയത്തുകളും നന്മകളും കൂടി കലർന്നുകൊണ്ടാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല തഖ്വ എന്ന് പറയുന്നത്. വലാകിന്ന തഖ്വ, യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ അദാഉ മഫ്തറല്ലാഹ്, അള്ളാഹു ഫർളാക്കിയ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക. വതർകു മാ ഹറമല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കുക. ഇതാണ് അടിസ്ഥാനം. അതൊരാൾ ചെയ്തു കഴിഞ്ഞാൽ ഫഇൻ കാന മഅ ദാലിക അമൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ സുന്നത്തുകളൊക്കെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫഹുവ ഖൈറുൻ ഇലാ ഖൈർ, അത് ഖൈറിന് മുകളിൽ ഖൈറാണ്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്താണ്? ഒരാൾ ഫർളുകൾ ചെയ്യുകയും ഹറാമുകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതില്ലാതെ കുറെ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഖാലൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു, കുല്ലു യൗമിൻ തഅസില്ലാഹ, കുല്ലു യൗമിൻ ലാ തഅസില്ലാഹ, നീ മാസിയത്ത് ചെയ്യാത്ത ദിവസം മുഴുവൻ, ഒരു ദിവസം ഒരു മാസിയത്തും ചെയ്തിട്ടില്ല, നേരം വെളുക്കുന്നത് മുതൽ വൈകുന്നേരം വരെ ഒരു തെറ്റും ഒരാൾ ചെയ്തിട്ടില്ല, ഒരു ഹറാമും ചെയ്തിട്ടില്ലെങ്കിൽ
ഫഹുവ ലക ഈദ്, അന്ന് നിനക്ക് ഈദാണ്, പെരുന്നാളാണ്. കാരണം വലിയൊരു നേട്ടമാണ് ഒരു മാസിയത്തും ചെയ്യാതെ ഒരു ദിവസം കഴിച്ചു കൂട്ടുക എന്നുള്ളത്. വഖാല ബക്ർ ഇബ്നു അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ് ഇജ്തഹിദു ഫിൽ അമൽ, നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മത്സരിച്ചു കൊള്ളുക. ഫഇൻ ഖസറ ബിക്കും ളഅഫുൻ, അതിന് നിങ്ങൾക്ക് ദുർബലത തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൗർബല്യമുണ്ട്, കൂടുതൽ അമൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എളുപ്പവഴി ഫഅംസികു അനിൽ മആസി, മാസിയത്തുകൾ നിങ്ങൾ ഒഴിവാക്കുക. നേരത്തെ പലരും പറഞ്ഞതുപോലെ മാസിയത്തുകൾ ഒഴിവാക്കുക എന്ന് പറയുന്നതിന് വലിയൊരു നേട്ടമാണ്. ഒന്നും ചെയ്യാതെ ഒരാൾ ഒരു ദിവസം ഒരു മാസിയത്തും ചെയ്യാതെ ഇരുന്നാൽ തന്നെ അത് വലിയൊരു നേട്ടമാണ്. قال الأحنف بن قيس رضي الله عنه, أحنف بن قيس رحمه الله അദ്ദേഹം പറയുന്നു الرفق والأنات محمود إلا في ثلاث, മൂന്ന് കാര്യങ്ങളിൽ ഒഴികെ, അനാത്ത് എന്ന് പറഞ്ഞാൽ അവധാനത, പതുക്കെ ആലോചിച്ച് ചിന്തിച്ച്, മുഹമ്മദ് ഇങ്ങോട്ട് വാ, ആലോചിച്ച് സാവകാശത്തിൽ കാര്യങ്ങൾ ചെയ്യുക, അവധാനത, അത് എല്ലാ കാര്യത്തിലും നല്ലതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. ഇല്ലാ ഫി സലാസ്, മൂന്ന് കാര്യങ്ങളിൽ ഒഴികെ. എന്തൊക്കെയാണ്? തുബാദിറു ബിൽ അമൽ സാലിഹ്, സൽക്കർമ്മം ധൃതിയിൽ ചെയ്യുക. അല്ലെ, ഒരു സൽക്കർമ്മത്തിനുള്ള അവസരം വന്നു. ഇപ്പൊ നമ്മളൊക്കെ അനുഭവിച്ചതാണ്. ഇപ്പൊ റമദാൻ കഴിഞ്ഞിട്ട് ചൊവ്വാല് 6 നോമ്പ്, പല ആൾക്കാരും പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ നോറ്റു, അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് നീട്ടിവെച്ച ആൾക്കാരുണ്ട്, അവർക്കറിയായിരിക്കും ഇപ്പൊ അവസ്ഥ എന്താന്നുള്ളത്. അപ്പോൾ ഏതൊരു സൽക്കർമ്മത്തിന് അവസരം കിട്ടിയാൽ ഉടനെ അത് ചെയ്യുക. അതുപോലെ എന്ത് കാര്യമായാലും ഒരു അമലിനുള്ള അവസരം കിട്ടിയാൽ അത് ഉടനെ ചെയ്യുക. വതഅജൽ ഇഖ്റാജ മയ്യിതിക, വതഅജലു ഇഖ്റാജ മയ്യിതിക, മരിച്ച മയ്യത്തിനെ മറമാടുന്ന കാര്യത്തിൽ തിരക്ക് കൂട്ടുക. നമുക്കറിയാം, മയ്യത്ത് കുളിപ്പിച്ച്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിപ്പിച്ച് ഖബറടക്കുക എന്നുള്ളതാണ് സുന്നത്ത്. തിരക്ക് കൂട്ടുക, അതാണ് സുന്നത്ത്. സ്വാലിഹായ ഒരു മനുഷ്യനാണെങ്കിൽ ആ മയ്യത്ത് പറയുമെന്നാണ്. ആ മയ്യത്തിനടുത്ത് തോളിൽ വെച്ചാൽ ഖദ്ദിമൂനി ഖദ്ദിമൂനി, എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകൂ എന്ന് ആ മയ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഖബറിൽ അവന് സുഖമാണ്. മരിക്കുന്ന സമയത്ത് തന്നെ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടാകും. ഖബറിൽ അവന് അള്ളാഹു തആല വിശാലത കൊടുക്കും. അതുപോലെ തന്നെ അവൻ സ്വർഗത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും എന്നുള്ള കാര്യം. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫംപുടവിലാണ് മുഅ്മിനായ ഒരു മനുഷ്യന്റെ റൂഹ് അള്ളാഹു തആല മലക്കുകൾ വഴി കൊണ്ടുപോകുന്നത്. അതോടുകൂടി മയ്യത്ത് ആഗ്രഹിക്കും എത്രയും പെട്ടെന്ന് ദുനിയാവിൽ നിന്ന് കടന്നു പോകാനാണ് ആഗ്രഹിക്കുക. അപ്പൊ മയ്യത്ത് മറമാടുന്ന കാര്യത്തിൽ തിരക്ക് കൂട്ടുക. വത്തുൻകിഹ അൽ കുഫ് അയ്യിമക, നിന്റെ കീഴിലുള്ള പെൺകുട്ടികളെ, സഹോദരിമാരോ മക്കളോ ഒക്കെ ആയിട്ടുള്ള പെൺകുട്ടികളെ കുഫ് ആയിട്ടുള്ള, അവർക്ക് യോജിച്ച ദീന് കൊണ്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ കൊണ്ടും ആ പെൺകുട്ടിക്ക് യോജിച്ച ഒരു വ്യക്തിയെ കിട്ടിയാൽ, ഒരു പുരുഷനെ കിട്ടിയാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തിരക്ക് കാണിക്കുക. ഈ 3 കാര്യങ്ങളിലൊഴികെ മറ്റു കാര്യങ്ങളിലൊക്കെ സാവകാശം ആലോചിച്ച് ചെയ്യുക എന്നുള്ളത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളിൽ തിരക്ക് കൂടണം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രസക്തമായ ഭാഗം എന്താണ്? സ്വാലിഹായ അമലുകൾ, ഇബാദത്തുകൾ, അത് ചെയ്യാനൊരു അവസരം കിട്ടിയാൽ, ദീന് പഠിക്കാനായാലും അതുപോലെ തന്നെ ഇബാദത്തുകൾക്കായാലും കിട്ടുന്ന അവസരം എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തുക. അനിൽ ഔസാഇ റഹിമഹുല്ലാഹ് ഖാല കാന യുഖാൽ, ഇമാം ഔസാഇ പറയുകയാണ്, മുൻഗാമികൾ സ്വഹാബത്തും താബിയങ്ങളും ഒക്കെ ആയിരിക്കും, അവർ പറയാറുണ്ട്, മിനൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്, അയ്യഅമല റജുലു ദംബ ഫയഹ്തഖിറ, ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്യുക, ചിലപ്പോൾ ചെറുപാവായിരിക്കും, ഫയഹ്തഖിറ, എന്നിട്ട് അതിനെ അവൻ നിസ്സാരമായിട്ട് കാണും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, തെറ്റ് ചെയ്യുന്നതിന് കുറെ ഫിഖ്ഹ് ഉണ്ട്, ഫിഖ്ഹു ദുനൂബ്, പാപങ്ങൾ ചെയ്യുന്നതിന് ബുദ്ധി ഉപയോഗിക്കണം. തെറ്റ് മനുഷ്യ സഹജമാണ്, സംഭവിക്കും. അപ്പൊ തെറ്റ് ചെയ്യുമ്പോഴും പിടിച്ചു നിൽക്കാൻ, അതിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ചില മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ചെയ്ത തെറ്റിനെ നിസ്സാരമായി കാണാതിരിക്കുക. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അതിനവൻ നിസ്സാരമായി കണ്ടു, മറ്റൊരാൾ അതേ തെറ്റ് ചെയ്തു, അതിൽ വേദനിച്ചു. ഈ രണ്ടാമത്തെ ആൾക്ക് പാപം കുറവായിരിക്കും. അപ്പൊ ഔസാഇ റഹിമഹുല്ലാഹ് പറയുകയാണ്, വൻപാപമാണ് ചെയ്ത തെറ്റിനെ നിസ്സാരമായി കാണുക എന്നുള്ളത്. ഒരു പക്ഷെ അത് എടുത്ത് അഭിമാനത്തോടെ പറയുക, ആളുകളോട് പറയുക, അല്ലെങ്കിൽ മനസ്സിൽ അത് വളരെ നിസ്സാരമായി കാണുക എന്നുള്ളത് അതൊരു വൻപാപമാണ്. കാരണം അള്ളാഹുവിനോട് യാതൊരു പേടിയും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. عن مكحول الشامي رحمه الله عن مكحول الدمشقي رحمه الله قال
അറഖുന്നാസി ഖുലൂബൻ അഖല്ലുഹും ദുനൂബൻ. പാപങ്ങളുടെ മറ്റൊരു അനന്തരഫലത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അറഖുന്നാസി ഖുലൂബൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാർദ്ദവമുള്ള മനസ്സ്, ഏറ്റവും ലോലമായ മനസ്സുണ്ടാവുക അഖല്ലുഹും ദുനൂബൻ, പാപങ്ങൾ കുറവുള്ള ആളുകൾക്കായിരിക്കും. ഇപ്പം നമുക്കറിയാം, നിരവധി ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. ഖുർആൻ ഓതുമ്പോഴും ഖുർആൻ കേൾക്കുമ്പോഴൊക്കെ കരയുന്ന ആളുകളെ കുറിച്ച്. ഖുർആൻ കേൾക്കുമ്പോൾ കരയുക എന്നുള്ളത് അത് സ്വാലിഹ്യങ്ങളായ ആളുകളുടെ ഒരു സിഫത്തായി നിരവധി ആയത്തുകൾ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, സഹാബത്തിന്റെ നിരവധി സംഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുമ്പോൾ അവർ കരയുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്കുള്ളതുപോലെയുള്ള വിഷമങ്ങൾ, തിരക്കുകൾ, മനസ്സിനെ ബിസിയാക്കുന്ന തരത്തിലുള്ള ആലോചനകൾ, ഇതൊന്നും അവർക്ക് ഇല്ലാഞ്ഞിട്ടാണ്. അവരും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നിരവധി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്. മദീനയിൽ വലിയ ദാരിദ്ര്യമുള്ള കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല പ്രയാസങ്ങളും അവർ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ ഉള്ളിലുള്ള മുനാഫിക്കുകളെ കുറിച്ചുള്ള ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചാൽ അവർ കരയും. അതുപോലെ ഖുർആൻ കേട്ടാൽ അവർ കരയും. അഖല്ലുഹും ദുനൂബൻ, ഇങ്ങനെ മനസ്സ് വളരെ നേർത്തതായിരിക്കുക എന്നുള്ളത്, റിഖത്തുണ്ടാവുക എന്നുള്ളത് ആർക്കാണ് ഉണ്ടാവുക? പാപങ്ങൾ കുറവുള്ളവർക്കായിരിക്കും. നമ്മൾ നമ്മുടെ നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും ഖൽബ് കൊണ്ടും നിരന്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ, ഹറാമുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനസ്സ് കടുത്തുപോകും. അപ്പോൾ പാപങ്ങളുടെ ഒരു അനന്തരഫലമാണ്, ഒരു അപകടമാണ് മനസ്സ് കടുത്തുപോവുക, ഖസ്വത്തുണ്ടാവുക എന്നുള്ളത്. അൻ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ലാഹ് ഖാല ലാ തജിദു ഹലാവത്തുൽ ഇബാദ. ഇതിന്റെ നേരെ മറുവശം, ഒരു മനുഷ്യൻ ഇബാദത്തിന്റെ ഹലാവത്ത് അനുഭവിക്കുകയില്ല. ഹത്താ തജ്അല ബൈനക വബൈന ശഹവാതി സദ്ദൻ, നിന്റെയും നിന്റെ ശഹവത്തുകളുടെയും ഇടയിൽ നീ ഒരു മതിൽക്കെട്ടുണ്ടാക്കുന്നത് വരെ. ശഹവത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ. അപ്പൊ ശരീരത്തിന്റെ ഹറാമായ ആഗ്രഹങ്ങൾ അത് പൂർണ്ണമായും തടയുന്നത് വരെ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉടനെ തൗബ ചെയ്യുക. അങ്ങനെ ഒരാളായിട്ടില്ലെങ്കിൽ ലാ തജിദു ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം നിനക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഇബാദത്തിന്റെ ലാ തജിദു ഹലാവത്തുൽ ഇബാദ, ഇബാദത്തിന്റെ മധുരം അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഇതും നമുക്ക് അനുഭവമുള്ള കാര്യമാണ്, അനുഭവപ്പെടും. ഇപ്പൊ നമസ്കരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയില്ല, മനസ്സ് തട്ടുന്നില്ല. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധയില്ല, ദിക്ർ ചൊല്ലുമ്പോൾ മനസാന്നിധ്യമില്ല, അർത്ഥം അറിയുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൂടുന്നതിനനുസരിച്ച് ഈ അശ്രദ്ധ കൂടും. തെറ്റുകൾ കുറയുന്നതിനനുസരിച്ച് ശ്രദ്ധയുണ്ടാകും, ഇബാദത്തുകളിൽ ആസ്വാദനം ഉണ്ടാകും. അനിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഖാല ഇദാ ലം തഖ്ദിർ അലാ ഖിയാമിൽ ലൈലി വസിയാമിൻ നഹാർ, നിനക്ക് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, വസിയാമിൻ നഹാർ നോമ്പ് നോൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലേ, നമുക്ക് ചിലപ്പോൾ കുറേ ദിവസം സാധിക്കാതായി പോകും. ചിലപ്പോൾ മാസങ്ങളായിട്ടൊരു സുന്നത്ത് നോമ്പ് നോറ്റിട്ടുണ്ടാവില്ല, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചിട്ടുണ്ടാവുകയില്ല, ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് അനുഭവമുണ്ട്. ഇപ്പൊ ജോലികൾ കുറവാണ്, മറ്റ് തിരക്കുകൾ പകലൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ സാധിക്കുന്നില്ല? ചിലപ്പോൾ നമ്മൾ ഇതിനേക്കാൾ തിരക്ക് പിടിച്ച് ജീവിച്ച സമയത്ത് ഇതിനേക്കാൾ നന്നായിട്ട് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടാകും. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. അദ്ദേഹം പറയുകയാണ്, ഫഅലം, നീ അറിയുക, അന്നക മഹ്റൂം, നീ നഷ്ടക്കാരനാണ്, നിനക്ക് ഖൈർ തടയപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? കബ്ബലത്ക ഖതീഅതുക്, നിന്റെ പാപങ്ങൾ നിനക്ക് വിലങ്ങു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ പാപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വളരെ ലാഹിറായ പാപങ്ങളൊന്നും നമ്മൾ കാണില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുഹക്കറാത്ത്, നിസ്സാരമായിട്ടുള്ള പാപങ്ങൾ ഉണ്ടാകും. ആളുകൾ നിസ്സാരമായി കാണുന്ന പാപങ്ങൾ അത് നമ്മൾ ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഇബാദത്തുകൾ നമുക്ക് തടയപ്പെടുന്നത്. അത് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ടതാണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ നിരന്തരം ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് അത് നമ്മൾ നിസ്സാരമായി കണ്ടുകൊണ്ട് ചെയ്യുന്നുണ്ടോ? അതിനനുസരിച്ച് അതിന്റെ ഗൗരവം കൂടും. അങ്ങനെയുള്ള തെറ്റുകളുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തുക. അത് തിരുത്തിയാൽ ഇൻഷാ അല്ലാഹ് ഈ അവസ്ഥ നമുക്കുണ്ടാകും. ഇബാദത്തുകളുടെ മധുരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അൻ യഹ്യ ഇബ്നു അബി കസീർ റഹിമഹുല്ലാഹ്, വലിയ മുഹദ്ദിസും ഇമാമും ഒക്കെ ആയിട്ടുള്ള മഹാനാണ്. അദ്ദേഹം പറയുന്നു, കാന യുഖാൽ, മുൻഗാമികൾ ഇങ്ങനെ പറയാറുണ്ട്, മാ അക്രമൽ ഇബാദു അൻഫുസഹും, അടിമകൾ സ്വന്തം ശരീരത്തെ ആദരിച്ചിട്ടില്ല, ബിമിസ്ലി ത്വഅത്തില്ലാഹ്, പുണ്യകർമ്മങ്ങൾ കൊണ്ട് ആദരിക്കുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വന്തം നഫ്സിനെ, സ്വന്തത്തെ ആദരിക്കാൻ, തനിക്ക് പ്രതാപമുണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വേറെ പല മാർഗങ്ങൾ നോക്കും, സമ്പത്തുണ്ടാക്കും, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും മാർഗം നമ്മൾ സ്വീകരിക്കും, പല മാർഗങ്ങളും സ്വീകരിക്കും. അധികാരം കൊണ്ട് ആദരവ് കിട്ടും എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ
സബബുകൾ പലതും ഉണ്ടാകും. അടിസ്ഥാനപരമായ കാരണം ത്വാഅത്താണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ അയാൾക്ക് ആദരവ് അള്ളാഹു തആല നൽകും. അപ്പോൾ ഒരാൾക്ക് സ്വന്തം നിലവാരം കൂട്ടാൻ, സ്വന്തം നിലയും വിലയും കൂട്ടാൻ താല്പര്യമുണ്ടോ അതിന് ഏറ്റവും നല്ല മാർഗം ത്വാഅത്തില്ല, പുണ്യകർമ്മങ്ങളാണ്. വല അഹാനൽ ഇബാദു അൻഫുസഹും, ആരും തന്നെ സ്വയം അപമാനിക്കുന്നില്ല, തരം താഴ്ത്തുന്നില്ല. ബിമിസ്ലി മാസിയത്തില്ലാഹി അസ്സ വജൽ, മാസിയത്തുകൾ പോലെ മറ്റൊന്നുകൊണ്ടും. അപ്പൊ സ്വന്തം നില കളയാൻ, നമ്മുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്താൻ ഏറ്റവും വലിയ സബബാണ് മാസിയത്തുകൾ എന്ന് പറയുന്നത്. അൻ അബുൽ ഹസൻ അൽ മുസയ്യൻ റഹിമഹുല്ലാഹ് അന്നഹു ഖാല അദ്ദംബു ബഅദ അദ്ദംബി ഉഖൂബത്തു ദംബ്. അല്ലെ, പാപങ്ങൾക്ക് പല അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. അതിൽപ്പെട്ട ഒരു അനന്തരഫലമാണ് അദ്ദംബു ബഅദ ദംബ്. ഒരു തെറ്റ് ചെയ്ത് അതിന് പിറകെ അടുത്ത തെറ്റ് ചെയ്യുക എന്നുള്ളത് ഉഖൂബത്തു ദംബ്, അത് ആദ്യത്തെ തെറ്റിന്റെ ശിക്ഷയാണ്. അപ്പൊ അള്ളാഹ് ചിലപ്പോൾ ശിക്ഷ കൊടുക്കുക എങ്ങനെയായിരിക്കും? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് ശിക്ഷയൊന്നും കിട്ടുന്നില്ല, ഞാൻ കുറെ തെറ്റ് ചെയ്യുന്നുണ്ട്, ദുൽമ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ ആരോഗ്യം കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആരോഗ്യവും സമ്പത്തൊക്കെ ശിക്ഷയായിരിക്കും. കാരണം ഇത് കൂടുന്നതനുസരിച്ച് അവൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് മറക്കുകയും അത് നിസ്സാരമായി കാണുകയും പിന്നെയും അത് ആവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ അവന്റെ ഭാരം കൂടുതൽ വർദ്ധിക്കും, കുന്നുകൂടി വരും. അത് ആദ്യം ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ്. വൽ ഹസനത്തു ബഅദൽ ഹസനതി സവാബുൽ ഹസന. അതുപോലെ ഒരു പുണ്യകർമ്മം ചെയ്തിട്ട് അടുത്ത പുണ്യകർമ്മം ചെയ്യുക എന്നുള്ളത് അത് ആദ്യം ചെയ്ത ഈ പുണ്യത്തിനുള്ള പ്രതിഫലമായിരിക്കും. ചിലപ്പോൾ ചില സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യും, അള്ളാഹു തആല ഒരുപാട് സൽക്കർമ്മങ്ങൾക്കുള്ള വാതില് അതിലൂടെ തുറന്നു തരും, പുതിയ പുതിയ അവസരങ്ങൾ നമുക്കുണ്ടാകും. ഇപ്പോൾ ഒരാൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു, തഫ്സീർ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഖുർആനിലെ ഓരോ ആയത്തിനെ തഫ്സീർ പഠിക്കുന്നതിനനുസരിച്ച് ആദ്യം അവന് ഖുർആൻ ഹിഫ്ലാക്കാൻ തുടങ്ങിയതായിരിക്കും. അങ്ങനെ ഒരായത്തിന്റെ തഫ്സീർ പഠിച്ചു. തഫ്സീർ പഠിക്കും തോറും സൽക്കർമ്മങ്ങളെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ മനസ്സിൽ തട്ടുന്ന പല ആയത്തുകളും അവന്റെ മുന്നിൽ വരും. അതനുസരിച്ച് അവന്റെ ഇബാദത്തുകൾ വർദ്ധിക്കും. അതുപോലെ ഖുർആൻ ഹിഫ്ലാക്കുമ്പോൾ തഹജ്ജുദ് നമസ്കരിക്കാനൊക്കെയുള്ള പ്രോത്സാഹനം സ്വയം തോന്നും. കാരണം ഈ ഹിഫ്ല് നിലനിർത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് അത് ഓതിയിട്ട് ഖിയാമുൽ നമസ്കരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഖുർആൻ പഠിപ്പിക്കും, സ്വന്തം മക്കൾക്കോ മറ്റുള്ളവർക്കോ ഒക്കെ പഠിപ്പിക്കാൻ തോന്നും. ഇങ്ങനെ ഒരുപാട് ഖൈറിന്റെ വാതിലുകൾ അവന്റെ മുന്നിൽ തുറന്നു വരും. അപ്പോൾ ഒരു ഹസനത്ത്, ഒരു നന്മ ചെയ്താൽ അതിനുള്ള ഒരു പ്രതിഫലമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുക എന്നുള്ളത്. عن عثمان المكي رحمه الله أنه كان إذا رأى الفجر قد أقبل تنبه وقال أصير الآن مع الناس ولا أدري ما أجني على نفسي. മുൻഗാമിയായ ഒരു മഹാനാണ് അദ്ദേഹം. ഫജ്ർ ആയാൽ, നേരം വെളുത്താൽ പറയും, ഞാൻ ഇപ്പോൾ ഫജ്റായി, രാത്രി മുഴുവൻ ഒറ്റക്കായിരുന്നു, ഇനി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. വല അദ്രി മാ അജ്നി അലാ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെതിരെ എന്തൊക്കെയാണ് ചെയ്യുക എന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ഇടപഴകുമ്പോൾ തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ മാസിയത്തുകൾ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്, ദുൽമ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പേടിയോടെയാണ് ഫജ്ർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക. അൻ ശാഫിഈ റഹിമഹുല്ലാഹ് അന്നഹു ഖാല, ഇമാം ശാഫിഈ പറഞ്ഞിട്ടുള്ള മനോഹരമായ കുറേ ഉപദേശങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വസിയത്താണ് ഇജ്തിനാബുൽ മആസി. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇമാം മുസനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുന്നതാണ്, ഇജ്തിനാബുൽ മആസി, മഅസിയത്തുകൾ ഉപേക്ഷിക്കുക, വതർകു മാ ലാ യഅനീക്, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ യുനവ്വിറുൽ ഖൽബ്, ഖൽബിന് പ്രകാശം നൽകും, മനസ്സിന് പ്രകാശം നൽകും. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മുടെ മനസ്സിൽ ഇരുട്ട് നിറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ കൺമുന്നിൽ ഇരുട്ട് തോന്നുന്നത് പോലെ തന്നെ നമ്മുടെ ഖൽബിൽ ഇരുട്ട് കയറിയതുപോലെ നമുക്ക് തോന്നും. എന്താണ് ഖൽബിൽ ഇരുട്ട് കയറുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ഖൈറും ഷർറും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഖൽബ് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും, ഖുശൂ നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടാകും. നമുക്ക് തന്നെ അറിയും നമ്മുടെ ഖൽബിന്റെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഖൽബിൽ വെളിച്ചമുണ്ടാകാനുള്ള മാർഗം എന്താണ്? ഖൽബിൽ വെളിച്ചമുണ്ടായാൽ നമുക്ക് തൗഫീഖ് ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയാകും. ഖൽബിൽ ഇരുട്ടാണെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളൊക്കെ തെറ്റായിരിക്കും. ചിലപ്പോൾ ഒരു അബദ്ധം ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും 10 വർഷം ഞാൻ അബദ്ധത്തിലായിരുന്നു എന്ന് മനസ്സിലാവുക. അത്രയും കാലം അവന്റെ ഖൽബ് ഇരുട്ടിലാണ്. നേരെ മറിച്ച് മനസ്സിൽ വെളിച്ചമുള്ള ഒരാൾക്ക് എന്ത് സംഭവിക്കും? ഒരു അബദ്ധം അത് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞത്, ഇന്നൽ ഫിത്നത ഇദാ അഖ്ബലത്, ഒരു ഫിത്ന ദൂരെ നിന്ന് വരുമ്പോൾ അറഫഹ കുല്ലു ആലിം, ആലിമ് മനസ്സിലാക്കും. ആലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹിനെ പേടിക്കുന്നവനാണ് ആലിം, കുറെ സംസാരിക്കുന്നവനല്ല. സലഫുകളുടെ അവരുടെ വാക്കുകളിൽ അല്ലെങ്കിൽ അവരുടെ പരിഗണനയിൽ ഒരാൾ ആലിമാകുന്നത് എപ്പോഴാണ്? ഇൽമും അമലുമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരു ആലിം, യഥാർത്ഥ ആലിം എന്ത് ചെയ്യും? ഒരു ഫിത്ന ദൂരെ നിന്ന് വരുമ്പോൾ മനസ്സിലാക്കും.
വഇദ അദ്ബറത്, ആ ഫിത്ന തിരിച്ചു പോയാൽ എന്ന് പറഞ്ഞാൽ ആ ഫിത്ന വന്നു, അതിൽ പെട്ടു, എല്ലാ മുസീബത്തും നമ്മളെ ബാധിച്ചു, എന്നിട്ട് അത് തിരിച്ചു പോകുമ്പോൾ അറഫഹ കുല്ലു ജാഹിൽ, ജാഹിലുകൾ മനസ്സിലാക്കും. ജാഹിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എത്തുമാനെ അറിയാത്ത ആള് എന്നൊന്നുമല്ല, നേരെ മറിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല, അമലില്ല, അങ്ങനെയുള്ള ജാഹിൽ അവൻ മനസ്സിലാക്കുക ഫിത്ന തിരിച്ചു പോയതിനു ശേഷമായിരിക്കും. അപ്പൊ കൽബിൽ വെളിച്ചമില്ലെങ്കിലുള്ള കുഴപ്പം ഇതാണ്, ഫിത്നകളിൽ പെടും. ആ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ കൽബിന് വെളിച്ചമുണ്ടാകാനുള്ള മാർഗമാണ് ഇജ്തിനാബുൽ മആസി, മാസിയത്തുകൾ ഉപേക്ഷിക്കുക, വതർകു മാ ലാ യഅനി, നമ്മെ ബാധിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. അത് മാസിയത്തുകളുടെ അനിയനാണ്, നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും അനാവശ്യമായ ചർച്ചകൾ, ചില പണ്ഡിതന്മാരൊക്കെ പറയും തുബൂലിയാത്ത് എന്ന് പറയും. തുബൂലിയാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശസ്തി നേടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ തർക്കശേഷി പ്രകടിപ്പിക്കാൻ വേണ്ടി ആളുകൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന മസലകൾ, എല്ലാ കാലത്തും ഉണ്ടാകും ഓരോ മസലകൾ. അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിലൊരു അഭിപ്രായം പറയുക എന്നുള്ളത് നമ്മുടെ ഇൽമിയായിട്ടുള്ള കഴിവ് കാണിക്കാനുള്ള ഒരു വിഷയമായിട്ട് ആളുകൾ കാണും. അങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ടാകും, ഓരോ കാലത്തും ഓരോ മസലകളുണ്ടാകും. ഇപ്പം നമുക്കറിയാം ഓരോ കാലത്തും സീസണായിട്ട് റമദാൻ ആയാലും ഒരു തറാവീഹിന്റെ ചർച്ച ഉണ്ടാകും, ഒരു മാസപ്പിറവിയുടെ ചർച്ച ഉണ്ടാകും, അതുപോലത്തെ കുറേ മസലകൾ. ഇപ്പം അത് എണ്ണം കൂടിയിട്ടുണ്ട്, പെരുകിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മസലകളിൽ കടന്ന് മുഴുകുക എന്നുള്ളത് അത് മാസിയത്തിലേക്കുള്ള ഒരു പാലമാണ്. അതിനുശേഷം എന്തുണ്ടാവും? ശത്രുത ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും. ഇങ്ങനെയുള്ള പല മാസിയത്തുകളും കടന്നു വരുന്ന ഒരു പാലമാണ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുകുക എന്നുള്ളത്, രാഷ്ട്രീയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് യുനവ്വിറുൽ ഖൽബ്, ഖൽബിന് പ്രകാശമുണ്ടാക്കും. സമയത്തുൽ ഫുദൈൽ ഇബ്നു ഇയാദ് യഖൂൽ, ഫുദൈൽ ഇബ്നു ഇയാദിനെ ഉദ്ധരിച്ചുകൊണ്ടൊരു ഇമാം അബു നഈം റഹിമഹുല്ല പറയുകയാണ്, സമയത്തുൽ ഫുദൈൽ ഇബ്നു ഇയാദ് ഫിൽ മസ്ജിദിൽ ഹറാമി യഖൂൽ, മസ്ജിദുൽ ഹറാമിൽ ഇരുന്നുകൊണ്ട്, മക്കയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു, അസ്ലഹു മാ അകൂനു അഫ്ഖറു മാ അകൂൻ, ഞാൻ ഏറ്റവും നന്നാകാറുള്ളത്, അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയുകയാണ്, ഞാൻ ഏറ്റവും നന്നാവാറുള്ളത് ഞാൻ ഏറ്റവും ദരിദ്രനാകുമ്പോഴാണ്. അദ്ദേഹത്തിന്റെ അനുഭവമാണ് അത്. അള്ളാഹു ആലം, ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും, സമ്പത്തില്ലാതിരിക്കുമ്പോഴായിരിക്കും നന്നാവുക. ചില ഹദീസുകളിൽ ഈ ഒരു വിഷയം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു തആല ചില ആളുകൾക്ക് അവന്റെ അനുഗ്രഹങ്ങൾ തടയും. നിങ്ങളുടെ വീട്ടിൽ രോഗിയായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം തടയുന്നത് പോലെ, ചില ഭക്ഷണം രോഗികൾക്ക് പറ്റാത്തതായിരിക്കും, അപ്പോൾ നമ്മൾ തടയും. അതുപോലെ അള്ളാഹു തആല ചില ആളുകൾക്ക് സമ്പത്ത് തടയും, കാരണം സമ്പത്തുണ്ടായാൽ അവൻ പഴിച്ചു പോകും. ഈ ആശയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം തന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, എനിക്ക് ഫഖർ ഉണ്ടാകുമ്പോഴാണ് ഞാൻ കൂടുതൽ നന്നാവാറുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതാണ് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്, മാ അകൂനു വ ഇന്നി ലഅസില്ലാഹ, ഞാൻ ചിലപ്പോൾ ചില മാസിയത്തുകൾ ചെയ്യും, ചില തെറ്റുകൾ ചെയ്യും. ഫഅരിഫു ദാലിക, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവും എനിക്ക്. എപ്പോഴാണ്? ഫീ ഖുലുഖി ഹിമാരി വഹാരിസി, എൻ്റെ കഴുതയുടെ സ്വഭാവത്തിൽ നിന്ന്, അതുപോലെ തന്നെ എൻ്റെ വേലക്കാരൻ്റെ, എൻ്റെ വീടിന് കാവൽ നിൽക്കുന്ന പണിക്കാരൻ്റെ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഈ കഴുത പോലും എന്നെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അനുസരിക്കാത്ത രീതിയിൽ പെരുമാറും. അള്ളാഹുവിനെ ധിക്കരിച്ചാൽ എന്ത് ചെയ്യും? അതിൻ്റെ പ്രതികരണം ദുനിയാവിൽ തന്നെ കിട്ടും. പല പാപങ്ങൾക്കും ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടുന്നതായിട്ട് ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മാസിയത്തുകളുടെ ഒരു അനന്തരഫലമാണ് നമ്മുടെ താഴെയുള്ള ആൾക്കാർ നമ്മളെ ധിക്കരിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ നമ്മുടെ മുകളിലുള്ള അള്ളാഹിനെ ധിക്കരിച്ചു, അപ്പോൾ നമ്മുടെ കീഴിലുള്ള ആളുകൾ നമ്മെ ധിക്കരിക്കും, നമ്മൾ പറഞ്ഞത് അനുസരിക്കുകയില്ല. അപ്പം മക്കളൊക്കെ തീരെ അനുസരിക്കുന്നില്ല എന്ന് പരാതി പറയും. എന്തായിരിക്കും കാരണം? ഈ പരാതി പറയുന്ന ആള് രാവും പകലും അള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നവനായിരിക്കും. പിന്നെ എങ്ങനെയാണ് മക്കളെ നമ്മൾ അനുസരിക്കുക? അപ്പോൾ ഇത് മാസിയത്തുകളുടെ ഒരു അനന്തരഫലമാണ്. عن مبارك بن فضالة رحمه الله قال سمعت الحسن يقول, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്ന അഫ്സഖൽ ഫാസിഖീൻ, ഏറ്റവും വലിയ ഫാസിഖ് എന്ന് പറയുന്നത് ആരാണ്? അല്ലദി യർകബു കുല്ല കബീർ, എല്ലാ വൻപാപങ്ങളും ചെയ്യും. വയഖൂൽ, എന്നിട്ട് പറയും, ലൈസ അലയ്യ ബസ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തെറ്റൊന്നും ചെയ്തിട്ട് എനിക്ക് ശിക്ഷയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമായി കാണുന്നവനാണ്. വലിയ അലം, അവൻ അറിഞ്ഞുകൊള്ളട്ടെ, അന്നല്ലാഹ തആല റുബ്ബമ അജ്ജല അൽഉഖൂബത ഫി ദുനിയ, ചിലപ്പോൾ അള്ളാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ കൊടുക്കും ചില തെറ്റുകൾക്ക്. വറുബ്ബമ അഖറഹ ലിയൗമിൽ ഹിസാബ്, ചിലപ്പോൾ അള്ളാഹു പരലോകത്തേക്ക് നീട്ടിവെക്കും തെറ്റുകളുടെ പ്രതിഫലം. ഉസാമ അങ്ങോട്ട് വാ, അങ്ങോട്ട് പോരെ. സുബ്ഹാനഹു വ തആല പ്രതിഫലം, അതിന്റെ ശിക്ഷ ആഖിറത്തിലേക്ക്, വിചാരണ നാളിലേക്ക് നീട്ടിവെക്കും. അപ്പോൾ തെറ്റ് ചെയ്തിട്ട് അതിനുള്ള ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് സുരക്ഷിതരാണ് എന്നുള്ള ചിന്ത വേണ്ടതില്ല. ഒരുപക്ഷെ അള്ളാഹു തആല അത് ആഖിറത്തിലേക്ക് നീട്ടിവെച്ചതായിരിക്കും. അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് റഹിമഹുല്ലാഹ് ഖാല ഹദ്ദസനാ സഈദ് ബിൻ മുസയ്യിബ് ഖാല
മാ അക്രമത്തിൽ ഇബാദു അൻഫുസഹ ബിമിസ്ലി ത്വഅത്തില്ലാഹ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് പുണ്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത്. സ്വന്തത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഹാനത്ത്, അപമാനിക്കലാണ് നമ്മൾ പാപങ്ങൾ ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് പല അപമാനങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അതൊക്കെ നമ്മൾ ചെയ്ത തെറ്റിന് അനന്തരഫലമായിരിക്കും. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. അള്ളാഹു ആരെയാണോ അപമാനിക്കുന്നത് അവന് ആദരവ് കൊടുക്കാൻ ആരുമില്ല. ആരൊക്കെ വിചാരിച്ചാലും അവന്റെ നിലവാരം ഉയർത്താൻ, അവനെ ആദരിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ സ്വന്തത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമാണ് മാസിയത്ത് എന്ന് പറയുന്നത്. വഖഫാ ബിൽ മുഅ്മിനി നുസ്റതൻ മിനല്ലാഹ്. ഒരു മുഅ്മിന് ഏറ്റവും വലിയ നുസ്റത്ത്, അള്ളാഹുവിൽ നിന്നുള്ള സഹായമായിട്ട് എന്ത് മതി? അൻ യറാ അദുവഹു യഅമലു ബിമഅസിയത്തില്ലാഹ്. തന്റെ ശത്രു മാസിയത്ത് ചെയ്യുന്നത് തന്നെ മതി, അത് കണ്ടാൽ മതി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, കുഫാറുകളായിട്ടും മുബ്തദികളായിട്ടും പല ശത്രുക്കളുമുണ്ട്, ഫാസിക്കുകളായിട്ടും. ഈ ശത്രു മാസിയത്താണ് ചെയ്യുന്നത് എന്ന് മാത്രം, അത് കണ്ടാൽ മാത്രം തന്നെ സമാധാനിച്ചു കൊള്ളുക. കാരണം മാസിയത്ത് ചെയ്യുന്നവന് നിന്യത ഉറപ്പാണ്, അള്ളാഹു താല കൊടുത്തിരിക്കും. അത് ദുനിയാവിൽ കൊടുക്കും, ചിലപ്പോൾ അള്ളാഹു ആഖിറത്തിലേക്ക് നീട്ടിവെക്കും. ആഖിറത്തിൽ യാതൊരു സംശയവുമില്ല, ദുനിയാവിൽ തന്നെ അള്ളാഹു താല കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശത്രു മാസിയത്ത് ചെയ്യുന്നു, നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വിഷമിക്കേണ്ടതില്ല, അള്ളാഹുവിന്റെ സഹായം കിട്ടിക്കഴിഞ്ഞു. കാരണം അവൻ ആ മാസിയത്ത് ചെയ്യുന്നത് തന്നെ അള്ളാഹു നമുക്ക് ചെയ്യുന്ന വലിയ സഹായമാണ്. കാരണം അവൻ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്നതിന്റെ സൂചനയാണത്. അൻ ബിശ്ർ ബിൻ ഹാരിസ് റഹിമഹുല്ലാഹ് ഖാല ലാ യജിദുൽ അബ്ദു ഹലാവത്തുൽ ഇബാദ. ഇബാദത്തിന്റെ മധുരം ഒരു അടിമക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഹത്താ യജ്അല ബൈനഹു വബൈന ശഹവാതി ഹായിതൻ മിൻ ഹദീദ്. തന്റെയും തന്റെ ശഹവത്തുകളുടെയും ഇടയിൽ ഇരുമ്പിന്റെ ഒരു മതിൽ കെട്ടുന്നത് വരെ. ഹറാമായ ശഹവത്തുകൾ അതും നമ്മളും തമ്മിൽ ഇരുമ്പിന്റെ ഒരു മതിലുണ്ടാക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇബാദത്തിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, ഒരു മാസിയത്ത് നമ്മൾ ചെയ്താൽ ഹറാമുകളിലേക്ക് നോക്കി, അല്ലെങ്കിൽ ഹറാമ് കേട്ടു, ഹറാമായ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ചിന്തിച്ചു, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് അടുത്ത ഒരു ഇബാദത്ത്, നമസ്കാരം, നമ്മുടെ ഖൽബ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ഒരിക്കലും നമുക്ക് ശ്രദ്ധ കിട്ടൂല. അപ്പൊ ഇബാദത്തിന്റെ ആസ്വാദനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹറാമുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ മാർഗം, മറ്റൊന്നുമില്ല. പല ആൾക്കാർ പരാതി പറയും, നമ്മളൊക്കെ പരസ്പരം ചിലപ്പോൾ പറയും, നമുക്ക് ഇബാദത്തുകൾ ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതാണ്, മാസിയത്തുകൾ, വേറൊരു കാരണവുമില്ല. നമ്മുടെ മാസിയത്തുകളിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്താൽ ഇബാദത്ത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും, സംശയമില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.